രാജീവന് സ്കൂളിൽ ഫുഡ് ചെയിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഭക്ഷ്യശൃംഖല. നമസ്കാരം, ഞാൻ പ്രേക്ഷകരെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം. അല്പം നീണ്ടതാണ്, പക്ഷെ നിങ്ങളിത് മറക്കാതെ മുഴുവൻ കേൾക്കണം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിനൊരു കൺക്ലൂഷൻ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നതിനിടയിൽ അതിലേക്ക് സിസ്റ്റത്തിനെ വലിച്ചിടുകയാണ്, സ്റ്റേറ്റിനെ വലിച്ചിടുന്നു, നമുക്ക് അതിന്റെ മന്ത്രിനെ വലിച്ചിടുന്നു. മനസ്സിൽ വന്നു. മറന്നു കാണും, ഞാൻ സിമ്പിളായിട്ട് പറയാം. നമസ്കാരം, എൻ്റെ പേര് അനന്തു സുർജിത്ത്. ഹനാൻഷ എന്ന് പറയുന്ന ഗായകൻ്റെ പേരിൽ ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അവർ ഡിസേബിൾ ചെയ്തു. യൂട്യൂബിൽ ഇട്ടിരുന്ന ലോങ് വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചാനലുകളിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഞാനത് എൻ്റെതായ രീതിയിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത് അത് കൃത്യമായി നിയമപരമായിട്ട് എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ചില കേസുകളിൽ റെയർ ഓഫ് ദ റെയറസ്റ്റ് കേസുകളിൽ ഞാനത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചതിന് ശേഷം കൊണ്ടുപോയിട്ട് കേസും കാര്യങ്ങളും ആക്കാനുള്ള പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. പുൽച്ചാടി പുല്ല് തിന്നും, പുൽച്ചാടിയെ തവള തിന്നും, തവളയെ പാമ്പ് തിന്നും, പാമ്പിനെ പരുന്ത് തിന്നും. ഈ പരുന്ത് ചാകുമ്പോൾ ആദ്യം പറഞ്ഞ പുല്ലിന് തന്നെ അത് വളമാക്കും. നമ്മുടെ ഈ സൊസൈറ്റി ഏതാണ്ട് ഇതുപോലൊരു ഫുഡ് ചെയിൻ രാജീവ. നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നില്ലേ, എന്ത് ചെയ്താലും ഒരു ലോകത്ത് ഏറ്റവും മനുഷ്യന്റെ പീഡനം എന്നാ അറിയോ? മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ ദുർവിധി. കാരണം ഞാൻ ശരിയാടോ ഒന്ന് വിശ്വസിക്കണോ എന്ന് ആരോട് നമ്മൾ മാത്രമേ വിഷമിക്കും. എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതൽ സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ ദേഹത്തുണ്ട്. പകുതിയാക്കണ്ട, മൊത്തമായിട്ട് തന്നേക്കാം. അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ കാര്യം. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറ. എന്നിട്ടെന്താ, പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു. ഇപ്പൊ ജീവനോടില്ല. പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഈ സൊസൈറ്റി ചെയിനിൽ സർവൈവ് ചെയ്യാൻ പുൽച്ചാടിക്ക് പുല്ല് മാത്രം തിന്നാൽ പോരാ, തവളയും തിന്നണം. ഇനി ആരുടെയൊക്കെ തല തിന്നണമെന്ന് രാജീവൻ തന്നെ തീരുമാനിച്ചു.